ഓക്കെ, കേണൽ ഡിന്നി, ഇന്ന് വാർത്താസമ്മേളനത്തിൽ കേണൽ സോണിയ ഖുറേഷിയും അതുപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കോമ്പാറ്റ് യൂണിഫോമിലാണ് എത്തിയത്. ഇത് യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണോ, സൂചനയാണോ? എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കേണൽ സോഫിയ ഖുറേഷി ഇട്ട യൂണിഫോമും അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇട്ട യൂണിഫോം അതൊരു സിമ്പിൾ അതൊരു ഇൻഡിക്കേറ്റർ ആണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല, അതൊരു ഓൺഗോയിങ് ഓപ്പറേഷൻ ആണ്. അതിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഫേസ് 1 മാത്രമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി ബ്രീഫിംഗിലും പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്നത്തെ ബ്രീഫിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മളെല്ലാം വിചാരിച്ചേക്കുന്നത് എന്താ വെച്ചാണ്, ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, ഇനി അത് തീർന്നു. അങ്ങനല്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു ഫേസ് മാത്രമാണ് ഇന്നലെ നടന്നത്. അതിന്റെ രണ്ടാമത്തെ ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ന് രാവിലത്തെ ഓപ്പറേഷൻ പറയാം. അത് കാരണം പാകിസ്ഥാൻ അവരുടെ എന്താ പറഞ്ഞ അവർക്ക് ഒരു ബുദ്ധി ഉപയോഗിക്കാതെ ചെയ്യുന്ന ഓപ്പറേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്. അതായത് 15 ഇന്ത്യൻ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിന്റെ അഗേൻസ്റ്റ് ആയിട്ട് അവരവരുടെ മിസൈലും ഡ്രോൺ സിസ്റ്റവും ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ നമ്മുടെ S-400 സുദർശൻ ചക്രയും മറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് UAVയുടെ ഒക്കെ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് ഡ്രോൺസിന്റെ ഒക്കെ ആന്റി ഡ്രോൺസിന്റെ ഒക്കെ US ആ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഒരൊറ്റ എണ്ണത്തിന് പോലും നമ്മളെ ഒരു ടാർഗറ്റിനും ഒരു പരിക്കും പറ്റാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ നടന്നത്? അത് കഴിഞ്ഞിട്ട് ഭാരതം തിരിച്ച് പാകിസ്ഥാനെ സ്ട്രൈക്ക് ചെയ്തു. അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം HQ-9 എന്ന് പറയുന്ന ഒരു ചൈനീസ് സിസ്റ്റത്തിനെ ഇല്ലാതാക്കി. അപ്പം പാകിസ്ഥാൻ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല എന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഇന്നും അവർ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഓപ്പറേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. ഇപ്പൊ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതാണ്. അതായത് പാകിസ്ഥാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് പഠിച്ചില്ലെങ്കിൽ അവർക്ക് ഓപ്പറേഷൻ സിന്ദൂറിന് തന്നെ പല ഭാഗങ്ങൾ പല ഭാവത്തിൽ കിട്ടുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഞാനൊക്കെ ആ കാര്യത്തിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതിന്റെ പല ഭാവത്തിന്റെ ഒരു ഭാവമാണ് ഇന്ന് എയർ ഡിഫൻസ് സിസ്റ്റം എടുത്തത്. ഇന്ന് രാത്രി പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യാൻ പാകിസ്ഥാൻ സൈന്യം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേറൊരു രൂപത്തിൽ കിട്ടും. അപ്പം ഇവര് വിചാരിച്ചേക്കുന്നത് വെച്ചാൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളൊന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവർക്ക് അറിയാത്ത കാര്യം, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ട് അറിയില്ല എന്ന് നടിക്കുന്ന കാര്യം, ഇന്ന് ഭാരതത്തിന്റെ സൈന്യം വളരെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഡിപ്ലോയ് ചെയ്ത് ഇരിക്കുകയാണ്. അതായത് നമ്മൾ ഓപ്പറേഷണൽ ബാലൻസ് എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അവരുടെ മൂവ്. അപ്പൊ ഇന്നത്തെ പ്രസ് മീറ്റിലും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നമ്മൾ ഇതിനെ എസ്കലേറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. നമ്മളൊരു എന്താ പറയുക, ഇതിനെ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് താല്പര്യമൊന്നുമില്ല. അവരെന്താണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. നമുക്ക് ഒരു ഭീകരവാദി അറ്റാക്ക് ഭാരതത്തിൽ നടന്നു. അതിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഭീകരവാദി ടാർഗറ്റ്സ് നമ്മൾ ചെയ്തു. അവിടെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തില്ല, മിലിറ്ററിയെ ടാർഗറ്റ് ചെയ്തില്ല. നിങ്ങൾ ഇന്ന് ഞങ്ങളെ മിലിറ്ററി ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്തു, ഞങ്ങൾ തിരിച്ച് നിങ്ങളെ ഒരു മിലിറ്ററി ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ന്യൂട്രലൈസ് ചെയ്തു. ഇനി ഞങ്ങൾ ഇതിൽ കൂടുതൽ ചെയ്യാൻ താല്പര്യമില്ല എന്ന് വീണ്ടും പറഞ്ഞു. അത് പറഞ്ഞിട്ട് വീണ്ടും കേട്ടില്ലെങ്കിൽ ഇനി നെക്സ്റ്റ് നാളെ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും വേറെ ഡിഫറെന്റ് ടാർഗറ്റ് ആയിരിക്കും. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ യുക്തി അല്ലെങ്കിൽ അവർ ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല പാകിസ്ഥാൻ സൈന്യം ചെയ്യുന്നത്. അവർ സ്ട്രാറ്റജിക് ബ്ലണ്ടേഴ്സ് ആണ് അവരുടെ ഹിസ്റ്ററിയിൽ മൊത്തം ചെയ്തിട്ടുള്ളത്. അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത രീതിയിലാണ് അവർ പോകുന്നത്. അപ്പം എഗെയിൻ അതേ ഒരു പാതയിലാണോ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിൽ, ഒരു സാമ്പത്തികമായിട്ട് ഇത്രയും മോശപ്പെട്ട അവസ്ഥയിൽ ഒരു രാജ്യത്തിന് എങ്ങനെയാണ് യുദ്ധത്തിലേക്ക് പോകാൻ സാധിക്കുക? അപ്പൊ അതൊക്കെ ആലോചിക്കാതാണ് അവരെടുത്ത് ചാടി ഇങ്ങനത്തെയൊക്കെ ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിലും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഇരിക്കാനുള്ള ഒരു സമയം തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ലാഹോറിലും റാവൽപിണ്ടിയിലും അതുപോലെ കറാച്ചിയിലും ഒക്കെ നല്ല കാഷ്വാലിറ്റീസ് ഉണ്ടായി കാണുമല്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് ഈവൻ നമ്മുടെ ഇന്നലത്തെ ഓപ്പറേഷനിൽ തന്നെ 100ഓളം കാഷ്വാലിറ്റീസ് ഉണ്ടായെന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. 10-30ഓളം അവർ കൺഫേം ചെയ്തു. പക്ഷെ അതല്ലാതെയും ധാരാളം പേര് ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നത്. അപ്പൊ ഇപ്പം രാവിലെ ചെയ്ത അറ്റാക്കിലും തീർച്ചയായിട്ടും കാഷ്വാലിറ്റീസ് ഡെഫിനറ്റ്ലി കാണും. ഇപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിൽ തന്നെ അതിനെ മാൻ ചെയ്യുന്ന ക്രൂ ഉണ്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകൾ കാണും. അതുപോലെ തന്നെ ഒരു സിവിലിയൻ ഏരിയയുടെ അടുത്തൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റത്തില്ല, ഇപ്പൊ കൊലാട്രൽ ഡാമേജ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടക്കാം. ഡെഫിനറ്റ്ലി കാഷ്വാലിറ്റീസ് ഉണ്ടാവും, അതിനകത്ത് യാതൊരു സംശയമില്ല. അല്ല, ഈ മസൂദ് അസറിൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടല്ലോ അല്ലേ? ഇന്ത്യ തലക്ക് ഇനാം പറഞ്ഞ ഒരു ഭീകരൻ ആണ്. അപ്പോൾ അദ്ദേഹവും ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ആദ്യ ഫേസിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണല്ലോ പുറത്തു വന്നത്.
ഇത് ഒരുപക്ഷെ ഈ തീവ്രവാദികളെ, ഭീകരവാദികളെ നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ടാവില്ലേ? മാത്രമല്ല, ഇന്നിപ്പം അൽ ഖ്വയ്ദ ഭാരതത്തിനെതിരെ ജിഹാദ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ തീവ്രവാദികളെല്ലാം സംഘടിക്കുന്നു, ആഗോള തീവ്രവാദികൾ, ഭീകരവാദികളൊക്കെ സംഘടിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം എല്ലാ പിന്തുണയും അവർക്ക് നൽകുന്നു. മാത്രമല്ല, തുർക്കി കൈകോർക്കുകയാണ്, പാകിസ്ഥാനുമായി കൈകോർക്കുന്നു. ചൈനയുടെ പരോക്ഷമായിട്ടുള്ള സഹായം ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒത്തുപിടിച്ചാൽ തകർക്കാൻ പറ്റുന്നതാണോ നമ്മുടെ ഭാരതത്തെ? ശ്രീ അനിൽ, അതിന് പറയാനുള്ള ഉത്തരം, നമ്മളെ കശ്മീരിൽ ഒരു കോർ കമാൻഡർ ഇപ്പൊ അടുത്തുണ്ട്, ജനറൽ ധില്ലൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജനറൽ ടൈനി ധില്ലൻ നമ്മൾ അറിയുമായിരിക്കും ചിലപ്പോൾ ശ്രീ അനിലിന്. അദ്ദേഹം കോർ കമാൻഡർ ആയിരുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു ടെററിസ്റ്റ്, ഗാസി എന്നായിരുന്നു ആ ടെററിസ്റ്റിന്റെ പേര്. വലിയ ടെററിസ്റ്റ് എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രൊപ്പഗാൻഡ അങ്ങനെയൊക്കെ നടത്തിയാണ്. അപ്പൊ ആ ഗാസി കുറച്ചാൾ കഴിഞ്ഞപ്പം നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. അപ്പം ജനറൽ ധില്ലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കിത്തനെ ഗാസി ആയ കിത്തനെ ഗാസി ഗയ, അത് എത്ര ഗാസി വന്നു എത്ര ഗാസി പോയി. അപ്പൊ അതേപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എത്രയോ വർഷങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന് തന്നെ നിൽക്കുകയാണ്. നമ്മളെ സംസ്കാരം തന്നെ തകർക്കാൻ വേണ്ടി എത്രയോ സെഞ്ചുറീസ് ആയിട്ട് ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അപ്പം അൽ ഖ്വയ്ദ തന്നെ ഇതിപ്പോ ഒരു പ്രസക്തി ഇല്ലാത്ത രീതിയിലാണ്. അപ്പൊ അവരവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ള പറയുന്നത്, അത് അതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് അൽ ഖ്വയ്ദ അല്ല, ഇനി ആര് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസവും പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടല്ല അവർ ആക്ച്വലി ഇങ്ങനെ പറയുന്നത്. പണ്ടും ഇപ്പൊ ISIS-ന്റെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു, അവര് ഇന്ത്യയെ പിടിച്ചടക്കും, ഇവിടെ ഇന്ത്യയുടെ ഭരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ. അതെന്തെങ്കിലും നടന്നു ഇല്ല. അപ്പം ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മൾ കേട്ടു, നമ്മളതെല്ലാം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് പാകിസ്ഥാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ശ്രീ അനിൽ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം, അതായത് ഈ ടോപ്പ് ലീഡർഷിപ്പ് ജയ്ഷെ മുഹമ്മദിന്റെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അവർക്കൊരു സൈക്കോളജിക്കലി സെറ്റ് ബാക്ക് വരും. പ്രത്യേകിച്ച് ബാവൽപൂരിൽ നടന്ന അറ്റാക്ക്. ബാവൽപൂർ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ഉള്ളിലാണ്. ഒരു കാരണവശാലും അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാണത്തില്ല അവിടെ അവർ അറ്റാക്ക് ചെയ്യും. അപ്പം അവിടെയും അറ്റാക്ക് ചെയ്യാമെങ്കിൽ ഇനി ഈ പാകിസ്ഥാന്റെ ഏത് കോർണറിൽ പോയിരുന്നാലും നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാന്നുള്ളൊരു തോന്നൽ കാണും. അപ്പം ഒരു സ്വന്തം ജീവൻ പോകുമ്പം, അല്ലെങ്കിൽ സ്വന്തം അവരുടെ അടുപ്പമുള്ളവർ മരിക്കുമ്പോൾ ആ ഒരു വേദന ഇപ്പം അവിടുത്തെ ലീഡർഷിപ്പിനും അറിയാം. അത് അസർ മസൂദ് ആയാലും ശരി, മറ്റുള്ള ഭീകരവാദികളായാലും ശരി, അവർക്കും അവരുടെ സ്വന്തം അനിയനും അനിയത്തിയും അല്ലെങ്കിൽ മറ്റുള്ളവർ മരിക്കുമ്പോഴേ അവർക്ക് അതിന്റെ വേദന അറിയാം. അല്ലെങ്കിൽ അവരെ ആളുകളെ തള്ളിവിടെയാണ്. അവരുടെ കുടുംബം എല്ലാം വളരെ നല്ല രീതിയിൽ കഴിയുമ്പോൾ അവർ ഈ സാധാരണക്കാരെ തള്ളിവിട്ട് സാധാരണക്കാരെ കൊല്ലുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ഇനി ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു മാറ്റം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇപ്പം ഇസ്രയേലും ഹമാസ് യുദ്ധത്തിലും അല്ലെങ്കിൽ ഹിസ്ബുള്ള യുദ്ധത്തിലും നമ്മൾ കണ്ടതാണ്. ഈ തലയെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു നാളത്തേക്കെങ്കിലും ഒരു നമുക്കൊരു ഒരു പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ താഴെ ലെവലിലുള്ള ടെററിസ്റ്റിനെ കിട്ടാൻ ഒരു പാടുമില്ല പാകിസ്ഥാനിൽ. കാരണം അവിടെ തൊഴിലില്ലായ്മ ധാരാളം ഉണ്ട്. അവിടെ വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത ആളുകളാണ്. ഇപ്പൊ പഠിപ്പും അങ്ങനത്തെ കോളേജിലും സ്കൂളിലും ഒന്നും പോകാത്ത ആളുകളാണ്. അപ്പൊ അവരെ ഒരു തോക്ക് പിടിപ്പിച്ച് ഒരു 10 ദിവസം ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു ഭീകരവാദിയാവും. പക്ഷെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ ISIയും കുറച്ചൊക്കെ ബുദ്ധിയും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ ആളുകൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു പരിഹാരം ഒരു പരിധി വരെ കാണാൻ പറ്റും. പക്ഷെ വീണ്ടും പാകിസ്ഥാൻ സൈന്യം അതിനെ ഇടപെട്ട് അതിനു വേണ്ടിയുള്ള റെക്ടിഫിക്കേഷൻ ചെയ്യുമായിരിക്കും. പക്ഷെ ബാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദ് ക്യാമ്പിലെ അറ്റാക്ക് എന്നെ സംബന്ധിച്ചുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാനിലെ ഉള്ള ഭീകരവാദി സംഘടനകൾക്കുള്ള അത് ഏറ്റവും വലിയൊരു മെസ്സേജ് ആ ഒരു അറ്റാക്ക് തന്നെയാണ്. അല്ല, ആരൊക്കെ ചത്ത് മലച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ പുറത്തു വരുന്നല്ലേ ഉള്ളൂ. കാരണം ഇന്നാണല്ലോ അറിയാൻ പറ്റിയത് ഈ മസൂദ് അസറിൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഇതിലും ഉഗ്രവീര്യമുള്ള അണലികളും മൂർഖമ്പാമ്പുകളൊക്കെ ചത്തവരുടെ കൂട്ടത്തിലുണ്ടാവില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ കന്ദഹാർ ഹൈജാക്കിലുള്ള അബ്ദുൾ റൌഫ് ആ ഭീകരവാദി ഇല്ലാതായി. അപ്പൊ അങ്ങനെ ഇവര് ഇപ്പൊ പലതും പുറത്ത് പറയത്തില്ലല്ലോ. അപ്പൊ പുറത്ത് പറഞ്ഞാലല്ലേ ഈ ഇതൊക്കെ അറിയും. ഇത് പുറത്ത് പതുക്കെ മാത്രമേ വരുത്തുള്ളൂ. കാരണം നമുക്ക് കിട്ടിയ ഇന്റലിജൻസ് വളരെ സ്പെസിഫിക് ആയിരുന്നു. ആ ഇന്റലിജൻസിന്റെ ബേസിലാണ് നമ്മൾ അതിനെ സ്ട്രൈക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടെന്ന് യാതൊരു സംശയമില്ല.
മിനിമം 100 ഭീകരവാദികളെ എങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടെന്നാണ് വരുന്ന എല്ലാ റിപ്പോർട്ട്സും. പക്ഷെ അതിനകത്ത് തന്നെ ഏറ്റവും ഉയർന്ന് നിൽക്കുന്ന ഭീകരവാദി കമാൻഡേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഒരു 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 തടയൽ, ഒരു ഡിറ്ററൻസ് തന്നെയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. ഓക്കെ കേണൽ ടിന്നി.